ഫസ്റ്റ് ഡേ സ്കൂൾ. ഹാപ്പി ഹാപ്പി കുട്ടി. എവിടെ ഞാൻ പറഞ്ഞു കൊടിഞ്ഞത്തുള്ളത്. ഒരു ടാറ്റ പറയണേ എല്ലാവർക്കും. ഏത് സ്കൂൾ? അപ്പൊ ഇന്നെന്താ ഉള്ളത്? പ്രവേശനോത്സവം അല്ലേ? ദിസ് ഇസ് കടക്കൽ ടെമ്പിൾ. ദിസ് ഇസ് ഗ്യാഗോ. മാളുട്ടി എന്താ പറയുള്ളത് ഫസ്റ്റ് ഡേ ആയിട്ട്? ഹാപ്പിയാണോ? യെസ്. ഹായ് മുല്ലപ്പൊടി. ഞാനും ഉണ്ട്. ഞങ്ങൾ ഇന്ന് പ്രവേശനോത്സവമാണ്. ഫസ്റ്റ് ഡേ ഓഫ് ജീവ ആൻഡ് പാറു കടക്കൽ ഗവൺമെൻറ് സ്കൂൾ. സേ ഹായ് ടു എവരിബഡി. ഹായ്. ജീവ 4th സ്റ്റാൻഡേർഡ്. ജീവ 4th അല്ലേ? പാറുക്കുട്ടി LKG-യിൽ. എത്ര ബസ്സുണ്ട്? 8 ബസ്സുണ്ടോ? ഇതൊരു പ്രൈവറ്റ്, അതൊരു പ്രൈവറ്റ്. 2 പ്രൈവറ്റ്, ബാക്കി കോളേജ് തലത്തിലായിട്ടാണ് നമ്മൾ ആദ്യമായി ഒരിടത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കൊരു ഉദ്വേഗമുണ്ട്, ഒരാശങ്കയുണ്ട്. നമ്മുടെ കൂട്ടുകാരാരാണ്, നമ്മുടെ സഹപാഠികളാരാണ്, അധ്യാപകരാരാണ്, അതെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരാകാംക്ഷയാണ്. നിയമസഭയ്ക്ക് അകത്ത് കയറിയപ്പോൾ എനിക്കും ഉണ്ടായി. എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ആ നിയമസഭയ്ക്ക് ചുറ്റും നടക്കുന്നവരാണ്. പക്ഷെ അകത്തോട്ട് കയറാനൊരു അവസരം കിട്ടിയപ്പോൾ അവിടെ എന്താണ്, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, അവിടെ ഉള്ള നടപടികൾ, ആരൊക്കെ പുതുതായി വന്നു, ഇങ്ങനെ ഒരു ഉദ്വേഗം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. ഇവിടുത്തെ കൊച്ചുമക്കളൊന്നും നമ്മുടെ പ്രസംഗത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അത്ര എടുക്കുന്നവരാണ്. വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ,
സദസ്സിലും വേദിയിലുള്ള ബഹുമാനിയെ പ്രിയപ്പെട്ട കുട്ടികളെ സഹോദരി സഹോദരന്മാരെ ശ്രദ്ധിക്കുക. എന്താ പറയും യോഗാദിനെ അതിവേഗത്തിൽ അവസാനിപ്പിക്കുന്നതാണ് കൂടി. വൈകിയാണ് ആ പ്രവേശനോത്സവം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ കണക്കിൽ തിരുവാതിരയെക്കാളും നല്ലൊരു തിരുവാതിരയാക്കി മാറ്റാൻ നമ്മുടെ പിന്നിൽ നമ്മളോടൊപ്പം പ്രവർത്തിച്ച പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങൾക്കും അതിൻ്റെ എല്ലാ അധികാരികൾക്കും ആദ്യമേ നന്ദി പറഞ്ഞു. അതുകൊണ്ട് അവൾക്ക് ക്യാപ്പ് കിട്ടി ക്യാപ്പ് കിട്ടി എൻ്റെ എന്താ പറയണ്ടത്? ന്യൂ ക്ലാസ് ഹാപ്പി അലസ് മോളെന്തോ കരഞ്ഞോ മോ? ആരും കരഞ്ഞോ? ഒരു കൂട്ടുകാരിയെ കിട്ടി. ഹായ് പറഞ്ഞിട്ട് മോളെ കരഞ്ഞാടേ കഞ്ഞാവോ? പിന്നെ കളിച്ചല്ലോ അല്ലേ പറഞ്ഞു. സ്ലൈഡിങ്ങിൽ കളിച്ച് ബോള് മണ്ടയിൽ കൂടെ ഇട്ട് ഇതിനാ കരഞ്ഞേ? അമ്മ പോയനാ? വിഷമമാണ്. വിഷമിക്കൊന്നും വേണ്ട, കൂട്ടുകാരൊക്കെ ഇല്ലായിരുന്നു. നല്ല അടിപൊളി കൂട്ടുകാരാവട്ടെ. പായസം വേണോ? പായസം പാറ് കുടിച്ചു. നടന്നു പോകുന്ന കുട്ടികൾക്ക് സ്കൂൾ വിട്ട് പോകാവുന്നതാണ്. അതോടൊപ്പം ബസ്സിന്റെ വിവരം വിളിച്ചപ്പോ എല്ലാരും അങ്ങ് പോയി. അപ്പൊ മാത്രമേ ഉണ്ടായിരുന്നു. ഹായ് ജീവ ഉണ്ടായിരുന്നു. അപ്പാസ് ജീവ ക്ലാസ് പായസം കുടിച്ചോ? ഗ്യാസിന് കണ്ടോ? എങ്ങനെയുണ്ട് ക്ലാസ് സാറൊക്കെ കൂട്ടുകാരൊക്കെ പരിചയപ്പെട്ടല്ലേ? സാറിൻ്റെ പേരെന്തുവാ? ബിബിന. ബിബിൻ സാറിന് ഇത്ര പുതിയ പിള്ളേരുണ്ടായിരുന്നു 4 ഡിയിൽ. അത് മൊത്തം പുതിയതാ അല്ലേ? മൊത്തം പുതിയതല്ല. ഈ 3rd സ്റ്റാൻഡേർഡിൽ 4th കൊണ്ടുവന്നതാണ്. ഫോർത്തിലോട്ടോ? പണ്ടത്തെ ക്ലാസ്സിൽ പോയി ഇരുന്നിട്ട് നാപ്പ് പന്താടി എടുക്കുക. അതിൽ നിന്ന് 4th കൊണ്ട് ആ ടീച്ചേഴ്സ്മാർ വേറെ ടീച്ചേഴ്സിന് കൈമാറുന്നു. അത് നമ്മളെല്ലാവരും നിന്നെ കൊണ്ടാക്കാൻ വന്നില്ലേ? അപ്പം കരഞ്ഞു. ഉള്ളവരെ അമ്മമാരെല്ലാം അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം നിന്നെ കൊണ്ടാക്കിയിട്ട് വരാം, ഞാൻ ഇച്ചിരി നേരം അവിടെ ഇരിക്കണം. അപ്പോൾ ഇവർക്ക് ബസ്സും കൂടെ കാണിച്ചു കൊടുക്കാൻ ചോദിച്ചു. പായസം കുടിക്കുന്ന പിണക്കമാണോ? അതെ പിണക്കമാണോ എന്നോ പിണക്കമാണോ പാറുക്കുട്ടി എൻ്റെ ചാറുക്കുട്ടി. ഇതെങ്ങായി ഹാപ്പി അല്ലേ? അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഹലോ ബിൻസി മോളെ, അല്ല വൃന്ദ, എന്തൊക്കെ ചെയ്യുന്നു? നാളെ തയ്യാറെടുപ്പായ സ്കൂളിൽ പോകാനുള്ള? സ്കൂളിൽ ചെന്ന് കൂട്ടുകാരുമായിട്ട് കളിക്കണം, മിണ്ടണം, കൂട്ടുകാരുടെ പേരൊക്കെ ചോദിക്കണം, നല്ലതുപോലെ പഠിക്കണം, സ്കൂളിൽ പറയുന്ന ടീച്ചർ പറയുന്ന എല്ലാം കേട്ടോണ്ടിരിക്കണം. ടീച്ചർമാരെയൊന്നും പേടിക്കരുത് കേട്ടാ. കമ്പൊക്കെ കണ്ടാൽ അത് ചുമ്മാതെ കൊണ്ട് വെച്ചേക്കുവാണ് കേട്ടാ. മോള് നല്ലപോലെ പഠിക്കണം കേട്ടാ.